നമ്മൾ ഈ പ്രൊജക്റ്റിലോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ഒരു മനസ്സിലന്ന് നമ്മൾ കാണുമ്പോൾ റിസോർട്ട് കൺസെപ്റ്റിലുള്ള പ്രൊജക്റ്റാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഈ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ റോഡും ലാൻഡ്സ്കേപ്പിങ്ങും ആ വീടിൻ്റെ എലിവേഷനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതൊരു ടെറേനായുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ 6 അല്ലെങ്കിൽ 7 മീറ്റർ വീതിയാണ് നമ്മൾ റോഡിന് കൊടുത്തിരിക്കുന്നത്. നല്ല ലാൻഡ്സ്കേപ്പിംഗ് നമ്മളിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും then ഒരു ആറ്റിക് സ്പേസും നമുക്ക് കൊടുക്കുന്നത്. ആറ്റിക്ക് നമ്മൾ ഒരു 45 ആംഗിളിൽ വരുന്നൊരു ഡിസൈനാണ് വരുന്നത്. ഇപ്പോൾ പൊതുവെ ഒരു വീടിൻ്റെ കൺസെപ്റ്റിൽ വരുമ്പോൾ ചിലർക്ക് താഴെ 2 ബെഡ്റൂം വേണം, ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ വേണം, അതല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC, ഓട്ടോമേഷൻ, ഇങ്ങനെ വരുന്ന ഒത്തിരി റിക്വയർമെൻറ്റ്സുകളായിട്ട് അപ്പം ഇവിടുത്തെ ക്ലയൻസുകൾ വരുന്നത്. അപ്പോൾ അവരുടെ ആവശ്യകതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഒരു 1, 2, 3 പ്ലാനുകളിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഒരു ഫൈനലായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ഈ പ്രോജക്റ്റിലോട്ട് ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ ഈ പ്രോജക്റ്റിൽ ഏകദേശം 8 ഏക്കർ താഴെ വരുന്ന പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് 75 വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനി ഫേസ് 1 ഫേസ് 2 കൂട്ടിയിട്ട് 75 വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്നിപ്പോൾ അത് ഏകദേശം ഒരു 52 വീടിലോട്ടായി. കാരണം ലാൻഡിലുള്ള കസ്റ്റമൈസേഷൻ, ചിലർക്ക് കുറച്ച് ലാൻഡ് ഏരിയ കൂടുതൽ വേണം, ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ വീടിൻ്റെ ഉള്ളിലെ സ്പേസ് വ്യത്യാസം വന്നു. ഹായ് ചേട്ടാ. നമ്മുടെ വ്ളോഗ്സിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് സ്കോട്ട്ലാൻഡ് യാർഡ്. അതിൻ്റെ എനിക്ക് തോന്നുന്ന ഡേ 1 തൊട്ട് ആ പ്രോജക്റ്റിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമ്മൾ ആ ഒരു ലാൻഡ് എടുത്ത സമയം തൊട്ട്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടാണ് നിങ്ങളിപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ഫിനിഷ് ചെയ്തു, അമ്യൂണിറ്റി പാർട്ട് എല്ലാം ഫിനിഷ് ചെയ്തു, സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നു. ഇനി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് സെക്കൻഡ് ഫേസിലാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് പുതിയതായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്കോട്ട്ലാൻഡ് യാർഡ് എന്ന് പറഞ്ഞ ഈ ഒരു വില്ല പ്രോജക്റ്റ് 8 ഏക്കറിൽ വരുന്നൊരു വലിയ വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചേട്ടനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിമ്മി, നമ്മൾ ആദ്യമായിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിമ്മിയുടെ വീഡിയോ വഴിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അന്ന് ഈ പ്രൊജക്റ്റ് കിടക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു കുന്നായ ഒരു സ്ഥലം, ചെങ്കുത്തായ സ്ഥലം തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മളൊരു വന്ന് കാണുന്ന ഒരു റിസോർട്ട് കൺസെപ്റ്റിൽ ഈ പ്രൊജക്റ്റ് കൊണ്ടുവരാം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ കണക്കാക്കുന്നതിന്. ഇതിന് നമ്മൾ അങ്ങനെ ഒരു 5 ലെവലിലായിട്ട് ഈ പ്രോപ്പർട്ടി നമ്മൾ തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു യൂറോപ്യൻ കൺസെപ്റ്റാണ് നമ്മളതിനകത്ത് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടായത്. കാരണം സ്ലോപ്പ് ലാൻഡ് ആകുമ്പോഴൊരു സ്ലോപ്പ് പ്രൂഫായുള്ള വീടുകൾ കൊണ്ടുവന്ന് കുറച്ച് ഭംഗിയായിരിക്കും എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. അപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്പാനിഷ് എന്ന പ്രോജക്റ്റ് ഉണ്ട്, അത് ഏകദേശം ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ്. ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ കാണിക്കുന്നു. അതിനുശേഷം ഇതൊരു പ്രോജക്റ്റ് പുതിയത് വരുന്നു പറയുമ്പോഴും ആൾക്കാർക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രോജക്റ്റിലോട്ട് വന്നത്. ഞാൻ ആ പ്രോജക്റ്റിലോട്ട് കൂടുതൽ പോകുന്നതിന് മുമ്പ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന ഒരു സംബന്ധിച്ച് ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രോജക്റ്റിലോട്ട് പോയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ ഈ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ ഇത് കാക്കനാട് നിന്ന് പള്ളിക്കരയ്ക്ക് പോകുമ്പോൾ വീഗാലാൻഡ് കഴിഞ്ഞ് ഒരു 400 മീറ്റർ എത്തുമ്പോൾ തന്നെ മെയിൻ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ലൊക്കേഷനാണ് എക്സാക്ട് നമ്മുടെ സ്കോട്ട്ലാൻഡ് എന്ന പ്രോജക്റ്റ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പള്ളിക്കര ടൗണിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ തന്നെ ഈ പ്രോജക്റ്റിലോട്ട് ഡിസ്റ്റൻസ് ഉള്ളൂ. കാക്കനാട് കഴിഞ്ഞ അടുത്ത മെയിനായിട്ട് വളരുന്ന ഒരു ടൗണാണ് പള്ളിക്കരയും കിഴക്കമ്പലം. ഇത് രണ്ടും നമ്മുടെ ഈ പ്രോജക്റ്റിൽ നിന്ന് ഏകദേശം ഒരു 400-1 കിലോമീറ്റർ ഡിസ്റ്റൻസേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് ജെംസ് സ്കൂള്, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂള്, സംസ്കാര സ്കൂള്, രാജഗിരി, നൈപുണ്യ, ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് വരുന്ന ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 4 to 5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലോട്ട് വരുന്ന ദൂരം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രൈം സംഭവം എന്ന് പറയുന്നത് കാക്കനാടിന് IT തന്നെയാണ്, ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റി തന്നെയാണ്. ഇവിടെ നിന്നുള്ള ദൂരം ഒത്തിരി കണക്ടിവിറ്റി ഉണ്ടെങ്കിലും ഒരു മിനിമം ഏരിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 4 കിലോമീറ്റേഴ്സിൽ നമുക്ക് ഇൻഫോ പാർക്കിലൂടെ നമുക്ക് എത്താം. അതുകൂടാതെ തന്നെ ഹോസ്പിറ്റലുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ രാജഗിരി ഹോസ്പിറ്റല്, അതുപോലെ തന്നെ സമരട്ടൻ ഹോസ്പിറ്റല്, കോലഞ്ചേരി മെഡിക്കൽ മിഷൻ, ഇതെല്ലാം നമുക്കൊരു 4 to 8 കിലോമീറ്റേഴ്സിലെ ഡിസ്റ്റൻസിൽ വരുന്ന ലൊക്കേഷനാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ വളരുന്ന ഒരു ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ പള്ളിക്കര എന്ന് പറയുന്നത് കാക്കനാട് കഴിഞ്ഞ അടുത്തൊരു മെയിൻ ജംഗ്ഷനായിട്ട് വളർന്ന ഏരിയ. അവിടെ നിന്ന് ഒരു 400 മീറ്റർ ഡിസ്റ്റൻസേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ളൂ. അതും ഒരു സ്റ്റേറ്റ് ഹൈവേ നിന്ന് സെക്കൻഡ് പ്ലോട്ടുമാണത്.
പിന്നെ ഉണ്ടല്ലോ ചേട്ടാ, ഇപ്പൊ ചേട്ടൻ ഈ ഒരു പ്രോജക്റ്റിന്റെ ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാണെങ്കിൽ, നമ്മൾ ഇനീഷ്യലി നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? അപ്പൊ അതിൽ നിന്നൊക്കെ കുറെ വ്യത്യാസങ്ങൾ ഇതിന്റെ ഓരോരോ സ്റ്റേജിലും വന്നിരുന്നു. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ ഈ പ്രൊജക്റ്റിലോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ഒരു മനസ്സിലന്ന് നമ്മൾ കാണുമ്പോൾ റിസോർട്ട് കൺസെപ്റ്റിലുള്ള പ്രൊജക്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഈ ലാൻഡിന്റെ ഡെവലപ്മെന്റ്സും അതുപോലെ തന്നെ റോഡും ലാൻഡ്സ്കേപ്പിങ്ങും ആ വീടിന്റെ എലിവേഷനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊജക്റ്റാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഇതൊരു ടെറേനായുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ 6 അല്ലെങ്കിൽ 7 മീറ്റർ വീതിയാണ് നമ്മൾ റോഡിന് കൊടുത്തിരിക്കുന്നത്. നല്ല ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും then ഒരു ആറ്റിക് സ്പേസും നമുക്ക് കൊടുക്കുന്നത്. ആറ്റിക്ക് നമ്മൾ ഒരു 45 ആംഗിളിൽ വരുന്നൊരു ഡിസൈനാണ് വരുന്നത്. കാരണം ഈ ടെറേനായുള്ള പ്രോപ്പർട്ടികളിൽ ഇങ്ങനെ സ്ലോ പ്രൂഫ് വരുന്ന വീടുകൾ കുറേ കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മൾ എന്താണോ അന്ന് പറഞ്ഞ ബ്രോഷർ അതിലും ഭംഗിയായിട്ട് നമുക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ഈശ്വര ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിലുപരി നമ്മൾ ഈ ആറ്റിക് സ്പേസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ഒരു പ്ലെയിൻ ഡിസൈനിലുള്ള വീടുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ ക്ലൈമറ്റ് ചൂടും മഴയും കയറി വരുമ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയും ഓരോരുത്തർ ഓരോ ഡിസൈനിലായിരിക്കും വീടുകളുടെ റൂഫിങ് ചെയ്യുക. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഒരു എസ്തറ്റിക് ലുക്കും ഭംഗിയെല്ലാം പോകും. ഇത് ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല പർപ്പസിന് നമുക്കത് ഉപയോഗിക്കാം. ആറ്റിക്ക് നമുക്കൊരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിച്ചു വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റോറിങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ആവശ്യമാണ്. അപ്പം അതിനൊരു സ്പേസ് ആയിട്ട് നമ്മുടെ പഴയ വീടുകളിലെ മച്ചിമ്പുറമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസാണ് ആറ്റിക്ക്. പിന്നെ അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഫസ്റ്റ് ഫ്ലോർ നമുക്ക് ശേഷം ചൂട് വളരെ കുറവായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി 10 വർഷം കഴിഞ്ഞാലും ആ പ്രോജക്റ്റിൽ വീണ്ടും ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വേറൊരു കോസ്റ്റ് മുടക്കി അതിന് റൂഫ് ചെയ്യാനോ അതിന് ഡിസൈൻ മാറ്റം വരുത്താനോ വരേണ്ട ആവശ്യമില്ല. നമ്മളൊരു വീട് ചെയ്യുന്നത് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ ഒത്തിരി വീടുകൾ കണ്ടിട്ടാണ് അവർ വരുന്നത്. മേ ബി ഇൻഡിവിജ്വൽ വീടുകൾ കണ്ടാവും, പ്രൊജക്ട്സുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ വീടുകളൊന്നും ഇഷ്ടപ്പെടാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീട് എന്നൊരു കൺസെപ്റ്റിൽ വരുന്ന ഒരു സെലക്റ്റീവായ ക്രൗഡാണ് നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്നത്. കാരണം കുറച്ച് റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നു. അവർ പ്രൊജക്റ്റ് കണ്ട് ലൊക്കേഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ വന്ന് നമ്മുടെ ആർക്കിടെക്ട്സും ഡിസൈനേഴ്സുമായിട്ട് ഇരുന്ന് അവിടെ റിക്വയർമെൻറ്റ്സ് പറയുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ പൊതുവെ ഒരു വീടിൻ്റെ കൺസെപ്റ്റിൽ വരുമ്പോൾ ചിലർക്ക് താഴെ 2 ബെഡ്റൂം വേണം, ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ വേണം, അതല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC, ഓട്ടോമേഷൻ, ഇങ്ങനെ വരുന്ന ഒത്തിരി റിക്വയർമെൻറ്റ്സുകളായിട്ട് അപ്പം ഇവിടുത്തെ ക്ലയൻസുകൾ വരുന്നത്. അപ്പോൾ അവരുടെ ആവശ്യകതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഒരു 1, 2, 3 പ്ലാനുകളിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഒരു ഫൈനലായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. അങ്ങനെ ചെയ്യുന്ന വീടുകൾ എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടതാവുന്നത് അവരുടെ എപ്പോഴും ആ ടച്ച് ആൻഡ് ഫീൽ അവർക്ക് കൂടുതൽ അതിനകത്ത് കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടി ഭംഗിയായിട്ട് അവരും നമ്മൾ ഒരുമിച്ച് നിന്നായിരിക്കും ഇത് ചെയ്തു പോകുന്നത്. ഇതിനടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് വീടിന്റെ ഇന്റീരിയറും കൂടിയാണ്. നമുക്ക് ഇൻ ഹൗസ് ആയിട്ട് തന്നെ നമുക്ക് ഇന്റീരിയറിന്റെ ഒരു ഡിവിഷനും കൂടിയാണ്. അപ്പം നമ്മളൊരു പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം സ്പേസ് യൂട്ടിലിറ്റി നമ്മളെടുത്ത് അത് എങ്ങനെ നമുക്ക് ഓരോ സ്റ്റേജുകളിൽ ക്ലയൻറ്റും നമ്മളും കൂടിയും ഇൻവോൾവ് ചെയ്തിട്ടാണ് എൻ്റെ ടൈലിംഗ് ആയിക്കോട്ടെ, പെയിൻറ്റിങ് ആയിക്കോട്ടെ, മറ്റെല്ലാ വർക്കുകളും തീർത്തു. ഒരു ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ ഒരു വീട് കഴിഞ്ഞാൽ അതിലും ഭംഗിയായിരിക്കും അടുത്ത വീട് വരുന്നത്. അപ്പം ഈ പ്രൊജക്റ്റിലോട്ട് ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഏകദേശം 8 ഏക്കർ താഴെ വരുന്ന പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് 75 വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനി phase 1 phase 2 കൂട്ടിയിട്ട് 75 വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്നിപ്പോൾ അത് ഏകദേശം ഒരു 52 വീടിലോട്ടായി. കാരണം ലാൻഡിലുള്ള കസ്റ്റമൈസേഷൻ, ചിലർക്ക് കുറച്ച് ലാൻഡ് ഏരിയ കൂടുതൽ വേണം, ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ വീടിന്റെ ഉള്ളിലെ സ്പേസ് വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിൽ ഒത്തിരി ക്രൗഡി അല്ല വീടുകൾ എന്ന് പറയുന്നത്, ഒത്തിരി ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞത് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് തൊട്ട് എത്ര സ്ക്വയർ ഫീറ്റ് വരെ ഇപ്പോൾ phase 1 ഓൾറെഡി ഉണ്ട്? നമ്മുടെ phase 1 നമുക്ക് ഏകദേശം ഒരു 30 വില്ലയാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു 5 സെൻസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 സെന്റ് വരെ വരുന്ന വീടുകൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് 2000 സ്ക്വയർ ഫീറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 7000 സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന വീടുകൾ വരെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ phase 2 വരുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവൈലബിലിറ്റി phase 2 ചേട്ടാ. അപ്പോൾ എത്ര വില്ലകളും കൂടെ നമുക്ക് ഇനി അതിൽ കൊടുക്കാനുണ്ട്? 5 വില്ലയുടെ സ്പേസ് കൂടി നമുക്ക് അവിടെ കൊടുക്കാനുള്ളത്. phase 2 തന്നെ നമ്മൾ ഏകദേശം ഒരു 3-4 വീട് നമുക്കത് ഹാൻഡ് ഓവർ ചെയ്തു ഓൾറെഡി. ബാക്കിയത്തെ വീടുകളെല്ലാം നിയറിംഗ് ഫിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കും. ഈ എൻ്റെ പ്രോജക്റ്റ് നമുക്ക് തീരാനായിട്ട് ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് മൊത്തം കംപ്ലീറ്റ് ആവും. phase 1 ഓൾറെഡി കംപ്ലീറ്റ് ആയി. phase 1 phase 2 വേണ്ടി വരുന്ന കോമൺ ഏരിയ ആയിട്ടുള്ള സ്പേസും നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ phase 2 വരുമ്പോൾ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ലാൻഡ്, അതുപോലെ പ്രൈസ്, ആ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇവിടുത്തെ സ്കോട്ട്ലാൻഡിന്റെ ആദ്യമേ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 5 സെൻസ് ലാൻഡും 2000 സ്ക്വയർ ഫീറ്റിനുമാണ് നമ്മൾ
കോസ്റ്റിംഗ് ചാർജ് ചെയ്യുന്നത്. ഇത് ലാൻഡും വീടിൻ്റെയും കോസ്റ്റും അത് എൻ്റെ പ്രൊജക്റ്റിനൊരു കോസ്റ്റോടെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിന് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബേസ് കോസ്റ്റ് 1.8 ആണ് കോസ്റ്റ് വരുന്നത്. കാരണം ഇതൊരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു സിംഗിൾ വീടോ അല്ലെങ്കിൽ ഒരു കുറച്ച് വീടുകൾ കൂടുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. കാരണം ദേശം ഒരു 8 ഏക്കർ താഴെ വരുന്ന പ്രോപ്പർട്ടി ആകുമ്പോൾ അതിൻ്റെതായ ഫെസിലിറ്റീസുകളും ഡെവലപ്മെന്റ്സും വളരെ കൂടുതലാണ്. അങ്ങനെ എടുക്കുന്ന ഒരു കോസ്റ്റാണ് നമുക്ക് വരുന്ന ഒരു ബേസ് കോസ്റ്റ് ആയിട്ട് 1.8 വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഇപ്പൊ നമ്മൾ ഫേസ് 1 ചെയ്ത പോലെ ലാൻഡ് ഏരിയ നമുക്ക് കൂട്ടാം, അതുപോലെ സ്ക്വയർ ഫീറ്റ് കൂടാം അല്ലെ, അതുപോലെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. പിന്നീടല്ലേ ചേട്ടാ, ഇനി നമുക്ക് ഇതിന്റെ ഒരു അമ്യൂണിറ്റീസിന്റെ ആ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50 സെന്റിൽ നല്ല ഗ്രാൻഡ് ആയിട്ട് നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ അമ്യൂണിറ്റീസ് നമുക്ക് ഈ പ്രോജക്റ്റിൽ വരുന്നത്? നമ്മൾ ഈ പ്രൊജക്ടിന്റെ അമ്യൂണിറ്റീസിന്റെ ഏരിയ തന്നെ ഒരു 50 സെന്റ്സോളം ലാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു ക്ലബ് ഹൗസ്, അതിന് താഴെ നമ്മളൊരു കോൺഫറൻസ് റൂമുമായിട്ടുള്ള സ്പേസും ഒരു ലോഞ്ചും കെയർടേക്കർ റൂമുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഫുള്ളി ലോഡറായിട്ട് ഹെൽത്ത് ക്ലബ്ബ്, പിന്നെ ഇൻഡോർ ഗെയിംസ്. ഇതിന്റെ റൂഫ് ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന സ്പേസാണ്. സ്പെഷ്യലി സ്കോട്ട്ലാൻഡിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാക്കനാട് അത്ര ഹൈറ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് ഭയങ്കര ഫീലാണ് പ്രൊജക്ട്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് പൂൾ എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 6x16 സൈസ് വരുന്ന വലിയ പൂളാണ്, ലാബ് പൂളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മളൊരു ടർഫ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റിനകത്ത് ടർഫ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നല്ലതാണ്, കറക്റ്റ്. പിന്നെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഒന്ന് കളിക്കാനായിട്ട്, ഒന്ന് ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ടർഫാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ ആക്കി കഴിഞ്ഞാൽ പാരൻസിന് വേണമെങ്കിൽ അവിടെ ഇരിക്കാം, അവർക്ക് അവർ കളിക്കുന്നത് കണ്ടിരിക്കാം. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു നല്ലൊരു പാർക്കും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണി കഴിഞ്ഞാൽ ആ ടോപ്പിലോട്ട് കയറി അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ വളരെ രസമുള്ളത്. വളരെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മള് പണ്ടൊക്കെ മഴ പെയ്യണ സമയത്ത് ആ വ്യൂ കാണിച്ചിട്ടൊക്കെ നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് അത് പിക്ചറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ചേട്ടാ ഒരുപാട് സന്തോഷം. കാരണം നമ്മള് ഇനീഷ്യലി ആ പ്രോജക്റ്റ് എന്താണോ ആവണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ആ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ആ ഒരു ലാൻഡ് എടുക്കുന്ന സമയത്ത് ചേട്ടൻ എന്നെ കൊണ്ടുപോയി കാണിച്ചത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് മരങ്ങൾ നിൽക്കുന്ന ഒരു അല്ലെ അങ്ങനത്തെ ഒരു ലാൻഡ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ മനസ്സിലാലോചിച്ച് ഇവിടെ എങ്ങനെ ഇതൊക്കെ ചെയ്ത് ഇത്ര ഭംഗിയായിട്ട് വരുന്നു. പക്ഷെ അത് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും വളരെ മനോഹരമായിട്ട് അത് തീർത്തിട്ടുണ്ട്. ഈവൻ ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് തരാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ് സ്കോട്ട്ലാൻഡ് യാർഡ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും വളരെ ഹാപ്പിയാണ് ആ പ്രോജക്റ്റിൽ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫേസും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് തീർക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ഫൈനലായിട്ട് അല്ലേ ഫിനിഷ് ചെയ്തിട്ട് നമുക്കിനി അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അപ്പോൾ കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഗ്രീൻ നോക്കിൻ്റെ ഒരു വ്ളോഗുമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഗ്രീൻ നോക്കിൻ്റെ വിശേഷങ്ങൾ നോക്കാം. തീർച്ചയായിട്ടും നിമ്മി, ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ സ്റ്റേജിലും നിമ്മി നമ്മുടെ കൂടെ നിൽക്കുകയും അതുകൂടെ തന്നെ നമ്മുടെ ഒപ്പം നിന്ന നിമ്മിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി നല്ല ക്ലയൻസുകൾ നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ അല്ലാതെയുള്ള ക്ലയൻസിനെയും എല്ലാവരെയും നമ്മൾ ഒരു നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ കൂടെ ഇതൊരു ഇത്ര ഭംഗിയാക്കി തീർക്കാൻ ശ്രമിച്ചത് അവരും കൂടി ഒരു ടീമായിട്ട് എല്ലാവരും കൂടെ നിന്നത് കാരണത്താലാണ്. അതിനും പ്രത്യേകമായിട്ടൊരു നന്ദിയുടെ വാക്കുകൾ പറയുകയാണ്. ഇനി നമ്മളെപ്പോഴും ചെയ്യാറുള്ള മാതിരി തന്നെ നിമ്മി ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മളതിന് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യാറ്. നമ്മുടെ തൊട്ട് കുറച്ച് നാൾ മുമ്പ് അനൗൺസ് ചെയ്ത കാക്കനാടത്തെ ഒരു പ്രീമിയം പ്രോജക്റ്റ് ഉണ്ട്. നമ്മൾ ഒത്തിരി പ്രൊജക്ട്സുകൾ നമ്മൾ ചെയ്തത് കാക്കനാട് ടൗണിലോട്ട് കയറിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോജക്റ്റ് ഗ്രീൻ ഓക്ക് എന്നൊരു പ്രോജക്റ്റാണ്. അടുത്ത വ്ളോഗിൽ നമുക്ക് ഗ്രീൻ ഓക്കിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്കൊന്നുകൂടി ഇരിക്കാം. താങ്ക് യു ചേട്ടാ. ഓക്കെ.